ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. അവരുടെ നൈറ്റ് ഫീലിങ്സ് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യമേ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജി എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നുള്ളത് അറിയാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യമേ നിങ്ങളുടെ എനർജി എങ്ങനെയാണെന്നുള്ളത് അറിയാൻ നോക്കാം. ഓക്കെ, പ്രിൻസസ് ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് പേഴ്സൻ്റെ എനർജി എടുക്കാം. ഓക്കെ, പേഴ്സൻ്റെ എനർജി നമുക്ക് ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നിങ്ങളുടെ എനർജിയിലേക്ക് വരുമ്പോൾ വളരെയധികം ഇമോഷൻസിന് അടിമപ്പെട്ട് പോവാതെ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു എനർജി ആയിട്ട് കാണാം. മാത്രമല്ല ചില സത്യാവസ്ഥകൾ തിരിച്ചറിയണം എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒരു പക്ഷേ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചൊരു ക്ലാരിറ്റി വേണമായിരിക്കാം, അല്ലെങ്കിൽ ചില സത്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി, കമ്മ്യൂണിക്കേഷൻ എല്ലാം പേഴ്സണിൽ നിന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല നിങ്ങളുടെ ഒപ്പം ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അല്ല കുറച്ചൊന്ന് മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും അവരെ നിങ്ങൾ നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്പൈ ചെയ്യുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാം. അതായത് ആ വ്യക്തിയുടെ ആക്ടിവിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് അറിയാനായിരിക്കും. അതിനൊക്കെ ഒരുപാട് താല്പര്യപ്പെടുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അത് വെറുതെ താല്പര്യപ്പെടുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് അവരെ കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ പൊതുവേ നിങ്ങളുടെ എനർജി എടുക്കുമ്പോഴത്തേക്കും കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് ഇമോഷൻസിന് അടിമപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വീക്കായിട്ട് വിഷമിച്ച് നിൽക്കുന്ന അങ്ങനെയൊക്കെയുള്ള എനർജീസൊക്കെയാണ് നമുക്ക് കിട്ടാറുള്ളത്. പക്ഷേ ഇവിടെ ഈ പ്രാവശ്യം നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ആരും കബളിപ്പിക്കും എന്ന് ഞാൻ സമ്മതിക്കില്ല എന്നുള്ള തരത്തിലുള്ള ഒരു എനർജിയും കൂടിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം, വെറുതെ ഊഹിക്കാനായിട്ട് തയ്യാറല്ല. സത്യാവസ്ഥ ബോധ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആരുടെയൊക്കെ എനർജീസാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ വല്ലാതെ നിരീക്ഷിക്കുന്ന ഒരു എനർജിയും നമുക്ക് തീർച്ചയായിട്ടും കാണാം. ഇനിയിപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർ പറയുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കാനായിട്ട് നിങ്ങൾ തയ്യാറല്ല. ആ ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അതേസമയം നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു നേരെ എതിരായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണെന്ന് പറയാം. അതായത് ഇവിടെ അവർക്ക് കുറച്ചധികം ഇമോഷൻസ് ഉള്ളതായിട്ട് കാണാം. ഇമോഷണലി അവർ കുറച്ചൊരു വീക്കാണ്, അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവായിട്ടൊക്കെ നിൽക്കുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ തെറ്റില്ല. കാരണം ഇവിടെ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സമയമായിരിക്കാം. നിങ്ങൾക്ക് അവരെ കൂടുതൽ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ സസ്പീഷ്യസ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി നിങ്ങളെ മനസ്സിലാക്കുന്നൊരു സമയം. മാത്രമല്ല അവർക്ക് നിങ്ങളുടെ ഒരു ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഒക്കെ പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു എനർജി ആയിട്ട് തന്നെ കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടുപേരുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അകന്ന് നിന്നതിന് ശേഷം ഒരു അടുപ്പത്തിലേക്ക് വന്നിട്ടുള്ള വ്യക്തികളോ, അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണിൽ നിന്ന് കുറച്ചും കൂടി ഒരു എനർജി നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സമയമൊക്കെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അകന്ന് നിൽക്കുന്ന ഒരു വ്യക്തി അടുത്ത് വരുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു ഉദ്ദേശം ജെനുവിൻ ആണോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എന്നോട് ജെനുവിൻ ആയിട്ടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണോ വന്നിട്ടുള്ളത്, അങ്ങനെയൊക്കെയുള്ള ഒരു സംശയമായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വേണം എന്നുള്ള ഒരാഗ്രഹം മനസ്സിലുള്ള വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. ഈ പറഞ്ഞതുപോലെ ഇമോഷൻസ് ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ് അവർക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കണമെന്നില്ല. ചിലവരത് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും ഉള്ളിൽ അത്രയധികം ആ ഒരു
ബന്ധം നിങ്ങളോട് സൂക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് അവരോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ ഹേർട്ട് ആവാനായിട്ടൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അത്രയധികം സ്ട്രോങ് ആൻഡ് ബോൾഡുമായിട്ട് ഒക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി അല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ അകപ്പെട്ട് അതിൽ നിന്നെല്ലാം കംപ്ലീറ്റ് ഇറങ്ങി നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ആ ഒരു വ്യക്തി കൂടുതലായിട്ടൊരു വിധേയത്വം നിങ്ങളോട് കാണിച്ചെന്നിരിക്കാം. ഇനിയിപ്പോൾ അഥവാ നോ കോൺടാക്റ്റിലൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളിലേക്ക് അടുത്ത് വരുന്നൊരു സമയമാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ബോണ്ടിങ്ങിനൊക്കെ ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു സമയമായിട്ട് തന്നെ നമുക്ക് കാണാം. അതുകൊണ്ട് അകന്ന് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും അടുത്തേക്ക് വരാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്ന എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ ഒരു നൈറ്റ് ഫീലിങ്സ് എങ്ങനെയാണ്, ലൈറ്റ് നൈറ്റ് തോട്ട്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. 3 of Pentacles, 10 of Wands, the Wheel, 10 of Pentacles, Elder of Cups, Temperance, Champion of Pentacles, High Priestess, 2 of Swords, 2 of Cups, 4 of Cups, the World, Apprentice of Swords, 4 of Wands, the Emperor, Ace of Wands, and one more, Death. ഇപ്പോൾ നമ്മൾ ഇവരുടെ ഒരു ഫീലിങ്സിലേക്കാണ് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ് നോക്കുന്നതെങ്കിൽ പോലും ചില കാര്യങ്ങൾ ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. അതായത് ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളെക്കാൾ ഏജ് വൈസ് മെച്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ വളരെ മുതിർന്ന ഒരു വ്യക്തിയുടെ പോലെയുള്ള രീതിയിലായിരിക്കാം. അതായത് ഒരു പക്വത ഉള്ള എനർജി നമുക്കിവിടെ നല്ല രീതിയിൽ കാണാം എന്നുള്ളതാണ്. നേരത്തെ അവരുടെ ഒരു റിലേഷൻഷിപ്പിലുള്ള എനർജി എടുത്തപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എനർജി കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞതാണ് അവർ ഇമോഷണലി ഒക്കെ നിങ്ങളോടൊരു ഭയങ്കരമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ തോന്നുന്ന ഒരവസ്ഥയാണ്. ഉള്ളുകൊണ്ട് വളരെ സെൻസിറ്റീവായിട്ടിരിക്കുന്നൊരവസ്ഥയാണ്. നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് അവർ ശ്രമിക്കുന്ന ഒരു എനർജിയാണെന്നൊക്കെ ഉള്ളത്. ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ അവരുടെ ആ ഒരു നിങ്ങളോടുള്ള ഇമോഷൻസ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. വളരെ കാര്യമായിട്ട് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഇമോഷണൽ വൈസുള്ള ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും അവർ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് പുറമേ അത്രത്തോളം എക്സ്പ്രസ് ചെയ്യണമെന്നില്ല, എന്നാൽ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു എനർജി കാണാം. അപ്പോൾ ആ ഒരു എനർജി മാത്രമല്ല, ഇമോഷണലി ഉള്ള നല്ല രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റ് നമുക്കിവിടെ വേറെയും കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു അവസ്ഥയേക്കാൾ കുറച്ചും കൂടി ഒന്ന് മുന്നിലേക്ക് പോകാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ നോ കോൺടാക്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ നിൽക്കണം, അത്ര അങ്ങോട്ട് അടുപ്പമില്ല. ഇനിയിപ്പോൾ അതർവൈസ് കോൺടാക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പഴയ അടുപ്പം ചിലപ്പോൾ നിങ്ങൾ കാണിക്കണം എന്നില്ല. നമുക്ക് അങ്ങനെയുള്ളൊരു എനർജിയാണല്ലോ നിങ്ങളുടേത് കിട്ടിയത്. കുറച്ചുകൂടി സസ്പീഷ്യസ് ആയിട്ട് അവർ നോക്കുന്നുണ്ട് എന്നുള്ളൊരു എനർജി നമ്മളവിടെ കണ്ടതാണ്. അപ്പോൾ അത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ ഫീലിങ്സോ ഇമോഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. അതെല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കണം. കാരണം അവിടെയും ഒരു ലോജിക് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ നിങ്ങൾ കാണുന്നതെന്നുള്ളത് നമ്മളവിടെ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു ഇൻറ്റിമസിയിലേക്ക് പോകാനായിട്ട് ഈ വ്യക്തി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്ക് കാണാം. തീർച്ചയായിട്ടും കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഒരുമിച്ച് പോകണം എന്നുള്ള ആ ഒരു അവരുടെ ഒരു താല്പര്യമാണ് നമുക്ക് അവിടെയൊക്കെ കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജിയിൽ അവർ നിങ്ങളൊരു
ഫാമിലി ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അവരുടെ ലൈഫിൽ ഒരുപാട് സ്ഥാനം തരുന്നൊരു വ്യക്തിയുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ഇവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടായിക്കോട്ടെ, ഏത് സാഹചര്യത്തിലായിക്കോട്ടെ, പക്ഷെ അതിനേക്കാളൊക്കെ മാനസികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതൽ നിങ്ങളോട് തോന്നുന്നു എന്നുള്ളതാണ്. ഒരു ഫാമിലി മെറ്റീരിയൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ആ ഒരു എനർജിയൊക്കെ നമുക്ക് നല്ലതുപോലെ കാണാം. പ്രത്യേകിച്ച് ഒരു കപ്പിൾ എനർജിയൊക്കെയാണ് നിങ്ങൾ തമ്മിലുള്ളതെങ്കിൽ ആ ഒരു തരത്തിലും കൂടി അവർ നിങ്ങളെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവരെ വിട്ട് കളയാനോ അല്ലെങ്കിൽ മിസ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമവും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ആ പറഞ്ഞ എനർജീസ് എല്ലാം നമുക്കിവിടെ നല്ലതുപോലെ കാണാം. അതുപോലെ ഇപ്പോഴത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു കൂടുതൽ ഇൻറ്റിമസിയിലേക്ക് വരാൻ സാധിക്കാത്ത ആ ഒരു എനർജി അവരെ മാനസികമായിട്ട് തീർച്ചയായിട്ടും ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ അതവരെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു മാറ്റം ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവാനായിട്ട് അവർ കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ആ ഒരു നിങ്ങൾ തമ്മിൽ ഒന്നാവുന്ന ആ ഒരു അവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാളും ആ ഒരു കുറച്ചും കൂടി നല്ലൊരു എനർജിയിലേക്ക് ഈ ഒരു കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്ക് അവർ കാത്തിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ അതൊരുപാട് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് അവിടെയൊക്കെ കാണാനായിട്ട് കഴിയുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഇവരൊട്ടും ഒരു തിരക്ക് പിടിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്രയും ഒരു ഇപ്പോൾ തന്നെ എടുത്തിയാടി കാര്യങ്ങൾ ചെയ്യണമെന്ന് കാണുന്ന എനർജീസ് നമുക്കിവിടെ വളരെ കുറവാണ്. കൂടുതലും പക്വതയോടുകൂടി ക്ഷമയോടുകൂടി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നോക്കി കാണുക, ചില കാര്യങ്ങളാണെങ്കിൽ നിയന്ത്രിച്ച് മനസ്സിൽ നിർത്തുക, അങ്ങനെയുള്ള ഇമോഷൻസൊക്കെ നമുക്കിവിടെ നല്ലതുപോലെ കാണാം. അപ്പോൾ അതും കൂടി കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ വളരെ മെച്ചുവറായിട്ട് പെരുമാറുന്നൊരു വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് തടസ്സമായിട്ട് പല കാര്യങ്ങളും നിൽക്കുന്നുണ്ടാവാം. അത് ഇപ്പോൾ എല്ലാവർക്കും തേർഡ് പാർട്ടി ഈ ഒരു സ്പ്രെഡ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതൊരു വ്യക്തി തന്നെ ആവണമെന്നില്ല. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു പക്ഷേ അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കരിയർ വൈസുള്ള കാര്യങ്ങളോ, ചിലവർക്ക് ഫാമിലിയിൽ നിന്നുള്ള എതിർപ്പുകളോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ കാര്യങ്ങൾ പക്വമായിട്ടുള്ള സമീപനത്തോടെ കാണാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു നോട്ട് വളരെ ശക്തമായിട്ട് ഉള്ള ഒരു വ്യക്തിയുടെ എനർജിയും കൂടിയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് പോലെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് പോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആണ് ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത്. കാര്യങ്ങളെല്ലാം ഒരു നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവർ കാണുന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകണം അല്ലെങ്കിൽ അങ്ങനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി കാണാം. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് തടസ്സങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യവശാലുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അവർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്യൂർ എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു സ്ലോ മോഡാണ് എങ്കിലും വളരെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന എനർജി. അതായത് വലിയൊരു തിക്കും തിരക്കം പിടിച്ചെടുത്ത് ചാടി ഓരോന്നും ചെയ്യാനോ അല്ലെങ്കിൽ ആവേശത്തിൻ്റെ പുറത്ത് എടുത്ത് ചാടാനോ ഒന്നും അവരില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകണം, അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ലൈഫ് ലോങ് ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ദീർഘനാൾ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ എത്രത്തോളം ഉണ്ടാവണം, അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് കൂടിയായിരിക്കണം ഈ പേഴ്സൺ അത്രയും കരുതി മുന്നോട്ട് പോകുന്നത്. ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എനർജി എങ്ങനെയാണ് ഈ ഒരു പേഴ്സണോടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനോടുള്ളത് എന്നൊരു പക്ഷേ അവർക്ക് ചിലപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയണമെന്നില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ആ ഒരു ഇമോഷൻസ് കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കാതെ അല്ലെങ്കിൽ അത് മനസ്സിനകത്ത് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി നിങ്ങളുടെ ഒരു എനർജി എന്താണെന്നുള്ളത് ചിലപ്പോൾ അവർക്ക് പിടികിട്ടണമെന്നില്ല. അവരത് അനലൈസ് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാം. പക്ഷേ എങ്കിലും എവിടെയൊക്കെ ഒരു കൺഫ്യൂഷൻ അവർക്ക് തോന്നിയേക്കാം. ഇവിടെ നമുക്ക് കാണാം അവരൊന്ന് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. അവർ കൺഫ്യൂസ്ഡ് ആവുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് അവർക്ക് എക്സാക്ട്ലി അറിയില്ലാത്തത് കൊണ്ടുള്ളൊരു കൺഫ്യൂഷനാണ്, വേറെ കൺഫ്യൂഷനൊന്നുമല്ല. നിങ്ങൾ ഏത് തരത്തിലാണ് ഇപ്പോൾ ജെനുവിനായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു എനർജി എന്താണ്, ഏത് തരത്തിലാണ് അവർക്ക് നിങ്ങൾക്ക് അവരോടൊരു പക്ഷേ പഴയ ഒരു സ്നേഹം ഇഷ്ടം ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ അത്രത്തോളം ഡീപ്പായിട്ടുള്ള ആ ഒരു എനർജി നിങ്ങളിലുണ്ടോ അല്ലെങ്കിൽ നിങ്ങളത് ഹൈഡ് ചെയ്ത് വെക്കുകയാണോ എന്നുള്ളതായിരിക്കാം. അതായത് ആകെ മൊത്തം ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിനകത്തുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൈൻഡ് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കത് ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയും അതുപോലെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പഴയ ബോണ്ടിങ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അത്രത്തോളം ഉണ്ടായിരുന്ന ഒരു കെമിസ്ട്രി ആയിരിക്കാം. അതിപ്പോൾ ഇല്ലാത്തതിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കതൊരു വല്ലാത്തൊരു മിസ്സിങ് ആയിട്ട് അനുഭവപ്പെടുന്നുണ്ട്.
ആ ഒരു പഴയ എനർജി അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ. ഇപ്പോൾ തീർച്ചയായിട്ടും അകന്നിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോൺടാക്റ്റിലുണ്ട്, പക്ഷേ അത്രത്തോളം അടുക്കാൻ കഴിയുന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആ ഒരു കോൺടാക്റ്റ് പഴയതുപോലെ ആവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ മനസ്സിനകത്ത് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പതിയെ പതിയെ അകന്നു പോകുന്ന ആൾക്കാരുണ്ട്. അകന്നു പോവുക ഇൻ ദ സെൻസ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടായി വരുമ്പോൾ മനസ്സിനകത്ത് ഉണ്ടാകുന്ന ഒരുപാട് തെറ്റിദ്ധാരണകളും കാര്യങ്ങളും മൂലമാണ് അങ്ങനെയുള്ള ഒരു എനർജി ഉണ്ടാവുക. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു പഴയ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു ബോണ്ടിങ്, അല്ലെങ്കിൽ അത്രയും ഉണ്ടായിരുന്ന ആ ഒരു കെമിസ്ട്രി ഇപ്പോൾ ഇല്ലാത്തതിൽ അവരൊരുപാട് വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിലവർ വളരെ നിരാശരായിട്ടിരിക്കുന്ന ആ ഒരു എനർജി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ എന്ത് കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ടായാലും ഒട്ടും ഹാപ്പി ആവാനായിട്ട് കഴിയുന്നില്ല. കാരണം ചില കാര്യങ്ങൾ നമുക്ക് മിസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും അത്രത്തോളം വലിയൊരു വിഷമത്തിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ പേഴ്സണൽ റീഡിങ്ങിനൊക്കെ വരുമ്പോഴത്തേക്കും ചിലർ പറയുന്നൊരു കാര്യമാണ്, ആ ഒരു പഴയ സ്നേഹം അല്ലെങ്കിൽ പഴയ ഒരു ഇൻറ്റിമസി അത് എത്ര നന്നായിരുന്നു, അത് ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതുപോലെയുള്ള ചില വ്യക്തികൾക്ക് ആ ഒരു പഴയ കാര്യങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ളൊരു പെയിനായിരിക്കും. ഒരുപക്ഷെ അതിനെ തിരിച്ചു കിട്ടുമോ എന്നുള്ള ഒരു സങ്കടം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോയത് എത്ര നല്ല നാളുകളായിരുന്നു എന്നുള്ളതായിരിക്കാം. നിലവിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് തടസ്സങ്ങളുള്ളവർക്കും അത് ഫീൽ ചെയ്യും. പണ്ട് എന്ത് സുന്ദരമായിരുന്നു, ഇങ്ങനെയുള്ള ഒരു തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല, എത്ര നല്ല രീതിയിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു എനർജി നമുക്ക് ഇവരുടെ ഭാഗത്ത് നിന്നും കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു രീതിയിലേക്കുള്ള മാറ്റം ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിലേക്ക് മാറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ചിലരുടെ പ്രോബ്ലം അവരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ എത്രത്തോളം ആ ഒരു പഴയ അടുപ്പമോ കാര്യങ്ങളോ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിൽ വെച്ച് പെരുമാറുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതിനകത്തൊരു പൂർണ്ണത വേണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു ആഗ്രഹമാണ്. അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെയും കൂടി ഒരു പങ്കാളിത്തം അതിനാവശ്യമുണ്ട് എന്നുള്ളൊരു എനർജിയൊക്കെയാണ് അവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ആ ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് അകന്ന് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു റീകൺസിലിയേഷനൊക്കെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഇവിടെ ഇതുപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ഇമോഷൻസ് കാര്യങ്ങളെല്ലാം മാസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി. നമ്മൾ ഓൾറെഡി ആദ്യമേ പറഞ്ഞതാണ്, അവർ കുറച്ച് കാര്യങ്ങൾ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. എല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ, ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. പല നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആയിക്കോട്ടെ, അതെല്ലാം അവർ ഒരു പക്ഷേ മുഴുവൻ നിങ്ങളോട് പറയാതെ നിയന്ത്രിച്ച് നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും അതിനവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ എല്ലാം കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കപ്പിൾ എനർജിയൊക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾ തമ്മിലുള്ളതെങ്കിൽ അത്രയധികം ഫിസിക്കലി എല്ലാം നിങ്ങളവരെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ചില സമയത്ത് അവർ ഇമോഷൻസ് നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കംപ്ലീഷൻ ഉണ്ടാവാനായിട്ട്, ചില കാര്യങ്ങൾ അവസാനിച്ച് കഴിഞ്ഞാൽ മാത്രമേ ചില കാര്യങ്ങൾക്ക് ആരംഭം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഓൾഡ് പാറ്റേൺ കാര്യങ്ങൾ എന്തായിരുന്നോ അത് അവസാനിച്ചിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഓൾഡ് പാറ്റേൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ, അല്ലെങ്കിൽ രണ്ടുപേരുടെയും പെരുമാറ്റങ്ങളായിരിക്കാം, ആ ഒരു വ്യക്തിയുടെ പെരുമാറ്റമായിരിക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് അവർക്ക് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നൊരവസ്ഥയായിരിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് പോകാനായിട്ടും പുതിയൊരു തുടക്കം ഉണ്ടാവാനായിട്ടും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഫ്രഷ്നെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് കിട്ടണം എന്നുള്ള ആ ഒരു എനർജിയൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഓവറോളായിട്ട് നമ്മൾ ഇവിടെ ഇവരുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെ റിലേഷൻഷിപ്പിനെ കാണാനും ഹാൻഡിൽ ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റാതെ അവർ മനസ്സിനകത്ത് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ അവരുടെ ഒരു ഓവറോൾ എനർജി എടുത്തപ്പോൾ കണ്ടതുപോലെ തന്നെ സെയിം ആയിട്ട് ഇതിനകത്തും കാണാം. അവരും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് വരാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ അത്രത്തോളം കെമിസ്ട്രിയിൽ പോയൊരു ബന്ധമായിരിക്കാം, അങ്ങനെയൊക്കെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ വേണ്ടാത്ത ചില കാര്യങ്ങൾ ഒഴിവാക്കാനുള്ളൊരു ആഗ്രഹം നമുക്കിവിടെ കാണാം. ആരെ വേദനിപ്പിക്കാതെ ഈ ഒരു ബന്ധമായിട്ട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അത് ലോങ് ലാസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു എനർജി ഇവിടെ വളരെ ശക്തമാണ്. ഒരു എടുത്തിയാട്ടം അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്നുള്ളൊരു, ചിലപ്പോൾ നമ്മൾ ഈ ഒരു നൈറ്റ് ഫീലിങ്സ് ഒക്കെ എടുക്കുമ്പോൾ കൂടുതലായിട്ട് പാഷനേറ്റ് ആയിട്ടുള്ള എനർജീസ് തന്നെയായിരിക്കും കയറി നിൽക്കുന്നത്. ചിലപ്പോൾ അപ്പോഴത്തെ ഒരു തീക്ഷ്ണ സ്വഭാവം കൊണ്ടോ, അല്ലെങ്കിൽ ആ ഒരു എടുക്കുമ്പോഴുള്ള ഒരു എനർജിയുടെ പ്രത്യേകത കൊണ്ടോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ അതിനേക്കാൾ ഉപരിയായിട്ട് പല കാർഡ്സും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോങ് ടേം ആയിട്ട് പോകണം, അല്ലെങ്കിൽ ഇതിനകത്തൊരു സ്ഥിരത വേണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് ഈ വ്യക്തിയുടേതായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 2, നമ്പർ 4, നമ്പർ 10,
നമ്പർ 13, 14 ആൻഡ് നമ്പർ 21. അതുപോലെ തന്നെ ഇവിടെ മിക്ക സോഡിയക് സൈൻസ് വന്നിട്ടുണ്ട്. എങ്കിലും പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന സോഡിയക് സൈൻസ് സ്കോർപ്പിയോ, ക്യാൻസർ, ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, ടോറസ് ആൻഡ് അക്വേറിയസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് പോകാനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.